ഹൈന്ദവ പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ത്രിമൂർത്തികളിൽ ഒരാളായ മഹാദേവന്റെ ആദ്യ ഭാര്യയായ സതിയെക്കുറിച്ചറിയാമോ? നമുക്ക് നോക്കാം. ദാക്ഷായണി എന്ന നാമത്തിൽ അറിയപ്പെടുന്ന സതീദേവി ദീർഘായുസിന്റെയും ദാമ്പത്യ സന്തോഷത്തിന്റെയും ഹൈന്ദവ ദേവത കൂടിയാകുന്നു. ബ്രഹ്മപുത്രൻ ദക്ഷന്റെയും പ്രസൂതയുടെയും മകളായിരുന്നു സതി. ദക്ഷന്റെ പുത്രി ആയതിനാലാണ് ദാക്ഷായണി എന്ന് വിളിക്കുന്നത്. ശിവലിംഗത്തിന്റെ അഗ്രം കണ്ടു എന്ന് ബ്രഹ്മാവ് കളവ് പറഞ്ഞതിനാൽ മഹാദേവൻ ബ്രഹ്മാവിന്റെ തലകളിൽ ഒന്ന് ഛേദിച്ചു. ഈ കാരണത്താൽ ബ്രഹ്മപുത്രനായ ദക്ഷന് ശിവനോട് ശത്രുതയുണ്ടായി. ദക്ഷപുത്രിയായ സതിക്ക് ശിവനോട് പ്രണയം ഉണ്ടാവുകയും തുടർന്ന് എല്ലാവിധ എതിർപ്പുകളെയും മറികടന്ന് ഭഗവാനെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഇതിൽ കുപിതനായ ദക്ഷൻ ശിവനെ അപമാനിക്കുവാനായി ഒരു യാഗം നടത്തുവാൻ തീരുമാനിച്ചു. ശിവനും സതിയും ഒഴികെ മറ്റ് ദേവന്മാരെയൊക്കെ യാഗത്തിൽ ക്ഷണിക്കപ്പെട്ടിരുന്നു. പിതാവ് നടത്തുന്ന യാഗത്തിൽ തനിക്ക് പങ്കെടുക്കാമെന്ന് സതി മഹാദേവനോട് അഭ്യർത്ഥിച്ചു. എന്നാൽ ഭഗവാൻ അത് വിസമ്മതിച്ചു. ക്ഷണം ലഭിക്കാതെ യാഗത്തിൽ പങ്കെടുത്താൽ അപമാനിതയാകേണ്ടി വരുമെന്ന് ഭഗവാൻ ദേവിയെ ഉപദേശിച്ചു. മഹാദേവന്റെ ഉപദേശം മാനിക്കാതെ സതി യാഗഭൂമിയിൽ എത്തിച്ചു. ദക്ഷൻ സതിയെ ശരിയായ രീതിയിൽ സ്വീകരിച്ചു. യാഗത്തിനെത്തിയ എല്ലാവരുടെയും മുന്നിൽ ദക്ഷൻ ശിവനെ അപമാനിച്ച് സംസാരിച്ചു. മഹാദേവൻ അപമാനിക്കപ്പെടാൻ കാരണം താനാണ് എന്ന് ചിന്തിച്ച് സതീദേവി ദുഃഖിച്ചു. തുടർന്ന് യോഗവിധി കൊണ്ട് ജ്വലിപ്പിച്ച അഗ്നിയിൽ സതീദേവി സ്വയം ജീവത്യാഗം ചെയ്തു. ഇതറിഞ്ഞ മഹാദേവൻ കോപം കൊണ്ട് ജ്വലിച്ചു. അദ്ദേഹം തന്റെ ജടയിൽ നിന്നും ഒരു പിടി പിഴുതെടുത്ത് നിലത്തടിച്ചു. ജട രണ്ടായി മുറിഞ്ഞു. ഒരു പകുതിയിൽ നിന്നും വീരഭദ്രനും മറുപകുതിയിൽ നിന്നും ഭദ്രകാളിയും ജന്മമെടുത്തു. ദക്ഷിണെ വധിക്കുവാനും യാഗസ്ഥലം നശിപ്പിക്കുവാനും ഭഗവാൻ വീരഭദ്രനോട് കൽപ്പിച്ചു. തുടർന്ന് വീരഭദ്രനും ഭദ്രകാളിയും മറ്റ് ഭൂതഗണങ്ങളും യാഗസ്ഥലത്ത് എത്തിച്ചേർന്നു. അതിഭയാകരമായ ഒരു യുദ്ധം അവിടെ നടന്നു. വീരഭദ്രന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ഇന്ദ്രനും മറ്റ് ദേവന്മാരും പിന്തിരിഞ്ഞോടി. വീരഭദ്രന്റെ ശൂലമേറ്റ് വിഷ്ണു ഭഗവാൻ ബോധരഹിതനായി. തുടർന്ന് വീരഭദ്രൻ ദക്ഷന്റെ ശിരസ് അറുത്ത് യാഗ അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞു. യാഗം പൂർത്തിയാക്കാൻ ദക്ഷന്റെ സാമീപ്യം ആവശ്യമായതിനാൽ ബ്രഹ്മാവും വിഷ്ണുവും കൈലാസത്തിൽ എത്തിച്ചേർന്നാണ് ദക്ഷനെ പുനർജീവിക്കാൻ മഹാദേവനോട് അപേക്ഷിച്ചത്. തുടർന്ന് മഹാദേവൻ യാഗസ്ഥലത്ത് എത്തിച്ചേരുകയും ബലി കഴിച്ച ആടിന്റെ തല കൊണ്ടുവരാൻ മഹാദേവൻ കൽപ്പിച്ചു. ആടിന്റെ തല മഹാദേവൻ ദക്ഷന്റെ കഴുത്തിൽ ചേർത്ത് വെച്ചു. ഉടൻ ദക്ഷൻ ഉയർന്നെഴുന്നേറ്റു. മുന്നിൽ കണ്ട മഹാദേവനെ ദക്ഷൻ രണ്ടു കൈയും കൂപ്പി വാങ്ങി. ദക്ഷന്റെ അഹങ്കാരമല്ല അപ്പോഴേക്കും ക്ഷമിച്ചു. മഹാദേവന്റെ അനുഗ്രഹത്തോടെ ദക്ഷൻ യാഗം പൂർത്തിയാക്കി. കൈലാസത്തിൽ തിരിച്ചെത്തിയ മഹാദേവന് കഠിന തപസ് ആരംഭിച്ചു. കാലങ്ങൾക്ക് ശേഷം സതി പാർവതിയായി പുനർജനിക്കുകയും ശിവനുമായി വീണ്ടും ഒന്നിക്കുകയും ചെയ്തു. ദക്ഷനെ പുനർജീവിച്ച ശേഷം മഹാദേവൻ സതിദേവിയുടെ മൃതദേഹമെടുത്ത് ഭൂമിയിൽ അലഞ്ഞു തിരിയാൻ തുടങ്ങി. ഈ അവസ്ഥ ഭൂമിക്ക് മംഗളകരമല്ലായിരുന്നു. മഹാദേവനെ തന്റെ ദുഃഖത്തിൽ നിന്ന് മോചിതനാക്കാൻ മഹാവിഷ്ണു തന്റെ സുദർശന ചക്രം കൊണ്ട് സതീദേവിയുടെ ശരീരം ഗന്ധിച്ചു. സതീദേവിയുടെ പല ഭാഗങ്ങൾ ഭൂമിയുടെ പല ഭാഗങ്ങളിൽ പതിച്ചു. ഇവയാണ് ശക്തിപീഠങ്ങളായി പരിണമിച്ചത്.